ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമോളുടെ കടുംപിടുത്തത്തിന് ഒരു കുറവില്ല. ശാരദാമ്മയും ശാലിനിയും പഠിച്ച പണി 18 നോക്കി. സ്നേഹപ്രകടനങ്ങളും ശകാരവും ഭീഷണിപ്പെടുത്തലും എല്ലാം നോക്കിയിട്ട് ഒരു രക്ഷയും സത്യമോളുടെ അടുത്ത് ചിലവാകില്ല. സത്യമോൾ ഭക്ഷണം കഴിക്കില്ല എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കില്ല. അച്ഛൻ വരാതെ സത്യമോൾ ഭക്ഷണം കഴിക്കില്ല. ഒറ്റ വാശിയിലുള്ള ഇരിപ്പും കിടപ്പും തന്നെ. ശാരദാമ്മയും ശാലിനിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സത്യമോളെക്കുറിച്ച്. എങ്ങനെ അവളുടെ അച്ഛൻ വിഷ്ണുവാണെന്ന് പറയുന്നത്? സത്യമോളോട് വിഷ്ണുവാണെന്ന് അച്ഛനെന്ന് പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഓർത്ത് ശാരദാമ്മയും ശാലിനിയും അങ്ങ് ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ് കേട്ടോ. ശാരദാമ്മ ഇരുന്നുകൊണ്ട് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ശാലിനി ഒരു കപ്പ് ചായയായിട്ട് വരുന്നു. ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, നീ സത്യമോളെ കണ്ടോ? ഇല്ലമ്മേ, ഞാൻ അവളുടെ അടുത്തോട്ട് പോയില്ല. അവളുടെ അടുത്തോട്ട് ചെന്ന അവളുടെ ചോദ്യത്തിന് ഞാൻ എന്തു മറുപടിയാണമ്മേ പറയുന്നത്? എനിക്ക് അവളുടെ മുഖം നോക്കാൻ പോലും കഴിയുന്നില്ലമ്മേ. ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ അച്ഛൻ്റെ ലാളനയും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മോളും അതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനതിന് തടസ്സം നിൽക്കുമ്പോൾ ഞാൻ അവൾക്ക് ശത്രുവായി മാറുവാണല്ലോ, എൻ്റെ മോൾ എന്നെ വെറുക്കുവാണല്ലോ എന്നൊക്കെ ശാലിനി ശാരദാമ്മയോട് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ശാരദാമ്മ പറയുന്നു, മോളെ നമുക്ക് സത്യമോളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാലോ വിഷ്ണുവാണ് അവളുടെ അച്ഛനെന്ന്. വേണ്ടാമ്മേ, അത് പാടില്ല. എന്നാൽ വിഷ്ണുവിനോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മ എന്താണമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിഷ്ണുവേട്ടൻ നമ്മൾ പറയുന്നതൊക്കെ സമ്മതിച്ചെന്നിരിക്കും. പക്ഷേങ്കിൽ സത്യാമ്മ അങ്ങനെയാണോ? നൂറ് ചോദ്യങ്ങൾ വരും. ഞാൻ എവിടെയാണ് പ്രസവിച്ചത്, ആ ഹോസ്പിറ്റലിൻ്റെ പേര്, ആ ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇരട്ടക്കുട്ടികളെയാണ് പ്രസവിച്ചതെന്നും അപ്പോൾ ഒരു കുട്ടി എവിടെയെന്നും ചോദിക്കില്ലേ? അപ്പം നമ്മുടെ ശ്യാമയുടെ ജീവിതം എന്താണ്? ഇത്രയും നാളും പപ്പി സ്വന്തം മകളാണെന്ന് വിചാരിച്ച് ലാളിച്ചു കൊണ്ട് നടന്ന രോഹിത്തിൻ്റെ അവസ്ഥ നമ്മൾ ആലോചിക്കണ്ടേ എന്നൊക്കെ ശാലിനി ഇങ്ങനെ പറയുവാണ്. പിന്നെ എന്താ മോളെ ഇതിനൊരു പോംവഴി? എത്രയും പെട്ടെന്നൊരു പോംവഴി കണ്ടില്ലെങ്കിൽ നമ്മുടെ പൊന്നുമോളുടെ മനസ്സ്, ആ കുഞ്ഞു മനസ്സ് അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോകും. പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും സത്യമോളെ പഴയതുപോലെ നമുക്ക് കിട്ടില്ല. എത്രയും പെട്ടെന്ന് ശാലിനി നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണമ്മേ ചിന്തിക്കുന്നത്. നീയും വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഇതിന് ഞാനൊരു തീരുമാനം കാണുന്നുണ്ട് എന്നും പറഞ്ഞ് ശാലിനി അകത്തോട്ട് പോവുകയാണ്. ഒരു പക്ഷേ സത്യമോൾക്ക് അച്ഛനായിട്ട് വേറെ ആരെയെങ്കിലും അഭിനയിക്കാൻ വേണ്ടിയിട്ട് ശാലിനി റെഡിയാക്കുവോ എന്നൊന്നും അറിയില്ല. അതോ വിഷ്ണുവിനെ തന്നെ ശാലിനി അച്ഛനാണെന്ന് സത്യമോളെ പരിചയപ്പെടുത്തുമോന്നും അറിയില്ല. എന്തോ ഒരു തീരുമാനത്തോടു കൂടിയാണ് ശാലിനി അകത്തോട്ട് കയറിപ്പോകുന്നത്. പപ്പിമോളാണെങ്കിൽ സത്യയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുവാണ്. ശ്യാമ പാല് കൊണ്ടുവന്ന് കൊടുത്തിട്ടും പപ്പിമോൾ പാല് കുടിക്കുന്നില്ല. വേണ്ടമ്മേ, എനിക്ക് പാല് വേണ്ട. സത്യ അവിടെ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരിക്കുക. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ അമ്മേ. അവൾക്കൊരു സങ്കടം വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്? എനിക്കൊരു തരത്തിലും സത്യ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പപ്പി പറയുവാണ്. ശ്യാമ പറയുന്നുണ്ട്, മോളെ നമ്മൾ അവിടെ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് സത്യമോളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളെ നീയും ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ ഞാനും ഒരുപാട് സങ്കടപ്പെടത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണു അങ്ങോട്ട് വരികയാണ്. വിഷ്ണുവിൻ്റെ കയ്യിലൊരു സസ്പെൻസ് സർപ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. വിഷ്ണു വന്നിട്ട് പപ്പിമോളോട് ചോദിക്കുന്നു, വിഷ്ണു അച്ഛൻ്റെ പപ്പിക്കുട്ടൻ എന്തോ സംസാരിക്കുന്നേ? അപ്പം ശ്യാമ പറയുവാണ്, അവൾ ഭയങ്കര സങ്കടത്തിലാണ്. എന്ത് ചെയ്യാനാ? എന്താ എൻ്റെ പപ്പിക്കുട്ടൻ്റെ സങ്കടം? എന്നോട് പറ എന്ന് പറയുമ്പോൾ പപ്പിമോൾ ഉടനെ പറയും, ഒന്നുമില്ല വിഷ്ണു അച്ഛാ, അത് പിന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെ മറയ്ക്കുവാണ് കുഞ്ഞ്. എന്നിട്ട് വിഷ്ണു പറയുന്നത്, വേണ്ട, വിഷ്ണു അച്ഛൻ്റെ പപ്പിക്കുട്ടനൊരു സമ്മാനമെന്നും പറഞ്ഞ് വിഷ്ണു ആ മൊബൈൽ കൊടുക്കുവാണ് പപ്പിമോക്ക്. പപ്പി അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ടിട്ട് ഹായ് മൊബൈൽ എന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് വിഷ്ണുവിന് നല്ല ചക്കര ഉമ്മ അങ്ങോട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നു, വിഷ്ണു അച്ഛാ, ഞാൻ ഈ മൊബൈലൊന്ന് പഠിക്കട്ടെ, എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്നും പറഞ്ഞ് പപ്പി ആ മൊബൈലും കൊണ്ട് അങ്ങോട്ട് ഓടുവാണ്. ആ സമയത്ത് ശ്യാമ വിഷ്ണുവിനോട് പറയുന്നു, സത്യമോളുടെ കാര്യം ഓർത്ത് ഭയങ്കര സങ്കടത്തിലാണ് പപ്പിമോൾ. സത്യമോൾക്ക് എന്ത് പറ്റി എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു, സത്യ അവളുടെ അച്ഛനെ കാണാഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ്. അച്ഛനെ കണ്ടേ പറ്റുമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധമാണ്. ഭക്ഷണവും കഴിക്കത്തില്ല. ആകെ അവിടെ ഒരു വല്ലാത്ത വിഷമത്തിലാണ് എന്നിങ്ങനെ ശ്യാമ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ പോയി സത്യക്കുട്ടിയെ കാണാമല്ലോ. അവളുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാനത് പരിഹരിക്കാമല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് പുറപ്പെടുവാണ്. ആ പപ്പിമോൾ ആ മൊബൈൽ
എടുത്ത് വെച്ചിട്ട് ഓർക്കുവാണ്, വിഷ്ണു അച്ഛൻ അന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ സൗണ്ട് മാറ്റി സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അത് ഏത് ആപ്പാണ് എന്നൊക്കെ, ഓ ആപ്പ് കിട്ടി, എന്നാൽ ഉടനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ആപ്പ് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് സൗണ്ട് മാറ്റി സംസാരിക്കാൻ ശ്രമിക്കുവാണ്. അന്നേരം ആരുടെ വോയിസ് കൊടുക്കുക, ഓ വിഷ്ണു അച്ഛൻ്റെ വോയിസ് തന്നെ കൊടുക്കുക എന്നും പറഞ്ഞു വിഷ്ണുവിൻ്റെ സൗണ്ട് സെലക്ട് ചെയ്തിട്ട് പപ്പിമോൾ അങ്ങനെ സത്യ വിളിക്കുവാണ്. സത്യ ഫോൺ എടുത്തിട്ട് ഹലോ ആരാണ് എന്നൊക്കെ ചോദിക്കുവാണ്. ആ സമയത്ത് പപ്പി ശബ്ദം മാറ്റി സംസാരിക്കുകയാണ്, സത്യമോളെ ഞാൻ നിൻ്റെ അച്ഛനാണ്. സത്യമോളെ എനിക്ക് ജോലി തിരക്കുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. സത്യമോളവിടെ ഭയങ്കര നിർബന്ധമാണെന്നും ഭക്ഷണം കഴിക്കുന്നില്ലെന്നൊക്കെ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞ്, മോൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. അച്ഛൻ്റെ ജോലി തിരക്കൊന്ന് ഒഴിയുമ്പോൾ അച്ഛൻ ഉടനെ തന്നെ എൻ്റെ സത്യമോളെ കാണാൻ വരുന്നതാണ്. അതുകൊണ്ട് നിർബന്ധമെല്ലാം കളഞ്ഞിട്ട് എൻ്റെ സത്യമോള് പോയി ഭക്ഷണമൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സത്യം ഭയങ്കര സന്തോഷപ്പെടുവാണ്. ഹായ്, എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചല്ലോ, അച്ഛനും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛാ എളുപ്പം വരണേ, അച്ഛൻ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ വരാഞ്ഞത്? അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വരാഞ്ഞ്, ജോലി തിരക്കാണ് മോളെ, ഉടനെ തന്നെ ഞാൻ എൻ്റെ സത്യമോളെ കാണാൻ വരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് സത്യമോളങ്ങ് ഭയങ്കര സന്തോഷത്തോടെ ശാരദാമ്മയും ശാലിനിയും സംസാരിക്കുന്നിടത്തോട്ട് ഓടി വന്നിട്ട്, അമ്മേ എനിക്ക് ഭയങ്കര വിശപ്പ്, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ എന്താ. ഇത് കേട്ടപ്പോൾ ശാരദാമ്മയും ശാലിനിയും അങ്ങ് അന്തം വിട്ട് നോക്കുവാണ്. ദൈവമേ, ഇത്രയും നേരം കരഞ്ഞു പിണങ്ങിയിരുന്ന സത്യമോളാണോ ഇത്? അയ്യോ ഇതെന്ത് പറ്റി എൻ്റെ മോക്ക്? മോള് പോയി കൈ കഴുകിയിട്ട് ആ ഭക്ഷണം തരാമെന്ന് പറയുന്നു. ശാരദാമ്മ പറയുന്നുണ്ട്, ചുമ്മാതല്ല, ഞാൻ അത്രത്തോളം കണ്ണുനീരോടെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് അച്ഛനെക്കുറിച്ചുള്ള ആ ചിന്തയൊന്ന് തുടച്ച് മാറ്റി തരണേ എന്ന് ഞാൻ ഭഗവാനോട് അത്രയും പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ വിളി കേട്ടു എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ ശാലിനിയോട് പറയുവാണ്. ശാലിനി അവ ഭക്ഷണം കൊണ്ടുവന്ന് സത്യമോളെ ഊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സത്യമോള് പറയുന്നുണ്ട്, അമ്മേ അച്ഛൻ എന്നെ വിളിച്ചു, അച്ഛൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛന് ജോലി തിരക്കായതുകൊണ്ടാണ് വരാത്തതെന്ന്, അച്ഛൻ്റെ ജോലി തിരക്കൊക്കെ കുറയുമ്പോൾ എത്രയും പെട്ടെന്ന് വരുമെന്ന് അച്ഛൻ എന്നോട് സംസാരിച്ച്. അച്ഛൻ വിളിച്ചെന്നോ? ശാരദാമ്മയും ശാലിനി അങ്ങ് ഞെട്ടിപ്പോയി. അച്ഛൻ വിളിച്ചത്? മോൾ എന്തോ ഈ പറയുന്നേ? അതേ അമ്മേ, അച്ഛനിപ്പോൾ എന്നോട് വിളിച്ച് സംസാരിച്ച്, അതല്ലേ എനിക്കിപ്പോൾ വിശപ്പ് വന്നതും ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതും. ശാലിനി വിചാരിക്കുക, ദൈവമേ ഇതാരാണ്, അച്ഛനാണെന്ന് പറഞ്ഞ് കുഞ്ഞിനോട് സംസാരിച്ചത്. പെട്ടെന്ന് ശാലിനി ആ ഫോൺ വാങ്ങി നോക്കുവാണ്. അമ്മേ നോക്കണ്ട, ആ നമ്പർ അതിൽ കാണുന്നില്ല, നമുക്ക് തിരിച്ച് വിളിക്കാൻ പറ്റത്തതുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് അമ്മ എനിക്ക് അന്നേരം ഭക്ഷണം, ഞാൻ അകത്ത് പോയി കാർട്ടൂൺ കണ്ട് ഭക്ഷണം കഴിച്ചോളാം എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഭക്ഷണവും കൊണ്ട് സത്യമോൾ അങ്ങോട്ട് അകത്തോട്ട് ഓടിപ്പോവാണ്. ശാലിനിയും ശാരദാമ്മയും ചിന്തിക്കുവാണ്, ആരാണിത്? ആരോ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കളിക്കുവാണല്ലോ. അപ്പം ശാരദാമ്മ പറയുന്നു, മോളെ ഇപ്പം നിന്നെ ആരോ ഒരാളെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇനി അവരാണോ ശബ്ദം മാറ്റി സംസാരിച്ചത്? എനിക്കൊന്നും അറിയില്ലമ്മേ, എനിക്കാകെ തല ചുറ്റുവാണ്, ഒരു സ്വസ്ഥതയും എനിക്ക് കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നിങ്ങനെ ശാരദാമ്മ ശാലിനിയോട് പറയുവാണ്. ആന്നമ്മേ, ഒരു തലവേദന ഒഴിഞ്ഞപ്പോൾ അടുത്ത തലവേദനയായല്ലോ ഭഗവാനെ, ഞാൻ ഇനി ഇതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നിങ്ങനെ ശാലിനി പറയുവാണ്. ഈ സമയത്ത് വിഷ്ണു ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുവാണ് സത്യമോളെ കാണാനായിട്ട്. വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മുടെ സുസ്മിത അവിടെ കാർ പാർക്ക് ചെയ്ത് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. സുസ്മിത കാണുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്. ഇവൻ ആർക്ക് വായു ഗുളിക മേടിക്കാനാണ് ഇത്ര സ്പീഡിൽ അങ്ങോട്ട് പോകുന്നത്? എന്തായാലും ഇവൻ്റെ അമ്മയ്ക്കല്ല, കാരണം അവൻ അത്രയ്ക്കുള്ള ഒരു പുണ്യപ്രവൃത്തിയും ചെയ്തിട്ടില്ല. പിന്നെ അവനിത് എങ്ങോട്ടായി വെച്ച് പിടിക്കുന്നത് എന്നും പറഞ്ഞ് സുസ്മിത ആ കാറിൻ്റെ പുറകെ പോവുകയാണ്. വിഷ്ണു ഇങ്ങനെ സ്പീഡിൽ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുവാണ്. അപ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഇവനെന്തോ തട്ടുകേട് പറ്റിയിട്ടുണ്ടല്ലോ, ഇവൻ എന്തോ ഒരു കുഴപ്പത്തിലാണല്ലോ വണ്ടി ഓടിക്കുന്നത്, ഇവൻ എന്ത് പറ്റി? ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവമേ, ഏതെങ്കിലും പാണ്ടി ലോറി ഇടിച്ച് എൻ്റെ വണ്ടിയുടെ മുമ്പിലോട്ട് ഇവനെ തെറിപ്പിച്ചിടല്ലേ, പിന്നെ ആ കുറ്റവും കൂടെ എൻ്റെ തലമണ്ടയ്ക്കാവുമല്ലോ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ പറയുന്നുണ്ട്. ഡ്രൈവറോട് സുസ്മിത പറയുന്നുണ്ട്, ആ ബൈക്കുകാരനെ പിന്തുടർന്ന് തന്നെ പോകണം, അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ വിഷ്ണുവിൻ്റെ പുറകിന് പാഞ്ഞു പിടിച്ചു പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു വന്ന് സത്യമോളെ കണ്ട് താനാണ് അച്ഛനെന്ന് പറയുവോ അതോ സുസ്മിത വിഷ്ണുവിനെ വണ്ടി കയറ്റി തെറിപ്പിച്ച് വിടുവോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.